Hi everyone, welcome back to Learning Planet. നമ്മൾ കുറേയധികം ഷോർട്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എക്സാംസൊക്കെ കഴിഞ്ഞു തുടങ്ങി. നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള പല ടിപ്സുകളും കുറുക്കുവഴികളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഗ്രാമർ എന്ന് നമ്മളതിൻ്റെ ടെക്നിക്കാലിറ്റി പരമാവധി കുറച്ചിട്ടാണ് ഇതെല്ലാം പഠിക്കുന്നത്. ഇന്ന് നമുക്ക് അത്തരമൊരു കാര്യം നമ്മൾ പലപ്പോഴും കേൾക്കുന്ന, എന്നാൽ അത് എന്താണ് അതിൻ്റെ വ്യത്യാസം, അതുകൊണ്ട് എന്താണ് ഗുണം, ഇത്തരം പദങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇത്തരം പദങ്ങൾ. ഇതെല്ലാം പ്രോനൗൺസ് ആണ്. പക്ഷേ എന്താണ് നോക്കാം. ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ്. നമ്മൾ പ്രോനൗൺസിന് ഇത് സബ്ജക്റ്റ് ഫോമാണ്, ഇത് ഒബ്ജക്റ്റ് ഫോമാണ്. ഇതിനെ പൊസസീവ് അഡ്ജക്റ്റീവ്, മൈ എന്നത് പൊസസീവ് അഡ്ജക്റ്റീവും മൈൻ എന്നത് പൊസസീവ് പ്രോനൗണും മൈസെൽഫ് എന്നത് റിഫ്ലെക്സീവ് പ്രോനൗണുമാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പം നോക്കാം. ഐ മെറ്റ് ഹിം. ഇവിടെ ഐ എന്നത് പ്രോനൗണിൻ്റെ സബ്ജക്റ്റ് ഫോമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഐ എന്നത് ഒരു സെൻറ്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാളായിട്ട് മാത്രമേ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഐ എന്നത് ഒരിക്കലും നമുക്ക് ഇവിടെ കൊണ്ടൊന്നും എഴുതാൻ കഴിയില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഐ മെറ്റ് ഹിം, അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഓഫ് ദ പ്രോനൗണിൻ്റെ സബ്ജക്റ്റ് ഫോമാണത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഫോം ഓഫ് ദ പ്രോനൗൺ അല്ലേ. അപ്പോൾ അങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ ഐ എന്നത് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ എപ്പോഴും ഐ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഹി മെറ്റ് മീ, ഇവിടെ ഈ പ്രോനൗണിൻ്റെ ഐ എന്ന പ്രോനൗണിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രോനൗൺ ഈസ് യൂസ്ഡ് ഹിയർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മീ എന്നത് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഒരിക്കലും മീ എന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വേർബിന് മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് എഴുതാൻ കഴിയില്ല. അതായത് മീ മെറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് വേർബിന് മുൻപാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് ഫോമും വേർബിന് ശേഷമാണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ഫോമുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഐ എന്നതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് എന്ത്, മീ എന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവൾ എന്നെ കണ്ടു എന്നങ്ങനെ പറയും, ഷീ സോ മീ. അവൾ എന്നോട് പറഞ്ഞു, ഷീ ടോൾഡ് മീ. അവൾ എന്നോട് പറഞ്ഞു. ഓക്കെ. ഇനി ഐ മെറ്റ് മൈ അങ്കിൾ. ഇവിടെ നോക്കൂ, ഈ ഒരു വാക്ക് ഇത് അഡ്ജക്റ്റീവായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്കിൾ, എൻ്റെ അമ്മാവൻ, ഇവിടെ ഒരു വിശേഷണമാണ്. ഈ അങ്കിളിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്. ഇതിന് നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും. അതുകൊണ്ട് നോക്കാം. ഐ സബ്ജക്റ്റ് വരുന്നു, മീ എന്നത് ഒബ്ജക്റ്റ് ഫോമാണ്, മൈ എന്ന പദം പൊസസീവ് അഡ്ജക്റ്റീവ്. ഇതൊരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല, എന്തെങ്കിലും ഒരു നൗൺ അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ മൈ സ്കൂൾ, സ്കൂളിനെ വിശേഷിപ്പിക്കുകയാണ്. എൻ്റെ സ്കൂൾ. മൈ കാർ, ദാറ്റ്സ് മൈ കീ. അങ്ങനെ എന്താ, ഇറ്റ്സ് മൈ ഡ്രീം, എൻ്റെ സ്വപ്നമാണ്. ഇങ്ങനെ പറയുന്നത് അല്ലേ. അപ്പോൾ മൈ എന്ന വാക്ക് നോക്കൂ, ഇതിന് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, അതിനെ പൊസസീവ് ആഡ്ജക്റ്റീവ് എന്നാണ് പറയുക. അപ്പോൾ ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമെന്നാണ്. ഓക്കെ. ഇനി നമുക്ക് ഒരു ചോദ്യം നോക്കാം. Did you see the key on the table? Did you see the key on the table? നോക്കാം. കീ എന്നാണ് ഞാൻ പറയേണ്ടത്. സോറി, ഐ മേഡ് എ മിസ്റ്റേക്ക് ദർ. അപ്പോൾ നോക്കാം. Did you see the key on the table? നിങ്ങൾ മേശപ്പുറത്ത് താക്കോൽ കണ്ടിരുന്നോ? That's mine. അതെൻ്റേതാണ്. Please don't take it. നോക്കാം. Did you see the key on the table? That's mine. മൈൻ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതിനെ പൊസസീവ് പ്രോനൗൺ എന്നാണ് പറയുക, എൻ്റേത്. അപ്പോൾ നോക്കൂ, ഐ സബ്ജക്റ്റ്, മീ എന്ന് വരുന്നത് ഒബ്ജക്റ്റ്, മൈ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആൻഡ് മൈൻ പൊസസീവ് പ്രോനൗൺ. എൻ്റേത് എന്ന് പറയണമെങ്കിൽ നമ്മൾ മൈൻ എന്നാണ്. ദാറ്റ്സ് മൈൻ. പ്ലീസ് ഡോണ്ട് ടച്ച് ഇറ്റ്, പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ്. അപ്പോൾ അതങ്ങനെ ഒരു മൊബൈൽ ഫോൺ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ പ്ലീസ് ദാറ്റ്സ് മൈൻ, അത് എൻ്റേതാണ്. അപ്പോൾ എൻ്റേത് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറയണമെങ്കിൽ മൈൻ എന്നതിന് നമ്മൾ ഖനി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. അതേപോലെ സ്ഫോടക വസ്തുവായിട്ട് മൈൻ അല്ലേ, കുഴി ബോംബിന് മൈൻ എന്ന് പറയും. ഖനി എന്നതിന് നമ്മൾ പറയും കോൾ മൈൻസ്, കൽക്കരി ഖനികൾ അല്ലേ.
അപ്പോൾ പക്ഷേ നമ്മുടെ ഈ ഈ പ്രോനൗൺസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മൈൻഡ് ഇറക്കുമ്പോൾ എന്താണ് എൻ്റേത് പൊസസീവ് പ്രോനൗൺ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, ഇത് പൊസസീവ് പ്രോനൗൺ നമ്മളിവിടെ എഴുതിയിട്ടില്ല, പൊസസീവ് പ്രോനൗൺ. ഇനി അടുത്തത് I did the homework myself. ഞാൻ തന്നെയാണ് ഹോംവർക്ക് ചെയ്തത്. അപ്പോൾ മൈസെൽഫ് എന്ന് വരുമ്പം ഇത് സെൽഫ് ഫോമിന് നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്നാണ് പറയുക. ഇവിടെ റിഫ്ലെക്സീവ് പ്രോനൗണും ഇത് പൊസസീവ് പ്രോനൗണുമാണ്. അതിന് മുമ്പത്തത് പൊസസീവ് അഡ്ജക്റ്റീവ് കേട്ടോ. അപ്പോൾ നോക്കാം, ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ എഴുതാനൊരു സ്പേസ് കുറവുള്ളതുകൊണ്ട് താഴേക്ക് എഴുതാനുള്ള പ്രശ്നം കൊണ്ടാണ് എഴുതാത്തത്. അപ്പോൾ ശ്രദ്ധിക്കുക. Did you see the key on the table? That's mine. It's possessive pronoun. And I did the homework myself. Reflexive pronoun. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോനൗണ് നമുക്ക് 5 രൂപങ്ങളുണ്ട്. സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, പൊസസീവ് അഡ്ജക്റ്റീവ്, പൊസസീവ് പ്രോനൗൺ ആൻഡ് റിഫ്ലെക്സീവ് പ്രോനൗൺ. ഇനി ഐ മൈസെൽഫ് എന്ന് ഇവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വിചാരിക്കുക. ഐ മൈസെൽഫ് ഡിഡ് ദ ഹോംവർക്ക് എന്നാണ് പറയുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ റിഫ്ലെക്സീവ് പ്രോനൗണിനെ എംഫാറ്റിക് പ്രോനൗൺ എന്നും പറയും. ഊന്നി പറയാൻ അങ്ങനെ പറയാം, ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഏറ്റവും ചെറിയ സെഗ്മെൻറ്റ്. എല്ലാവരും ഇത് നോക്കുക. എന്താണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം? ഇറ്റ്സ് എ സബ്ജക്റ്റ് ഫോം, ഓബ്ജക്റ്റ് ഫോം. ഈ മൈ എന്നത് അഡ്ജക്റ്റീവ് ഫോമാണ്. എന്താണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും, ഇതിനെ പൊസസീവ് പ്രോനൗൺ എന്ന് പറയും, ഇതിനെ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയും. സബ്ജക്റ്റിൽ തൊട്ട് വരികയാണെങ്കിൽ, സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഐ മൈസെൽഫ് എന്നാണ് വരുന്നതെങ്കിൽ അതിനെ എംഫാറ്റിക് പ്രോനൗൺ എന്നും പറയും, റിഫ്ലെക്സീവ് പ്രോനൗൺ എന്നാണ് ഇതിന് പറയുക. ഓക്കെ, നമ്മൾ അടുത്ത ഒരു സെഗ്മെൻറ്റിൽ കാണാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടാം. ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.